അപ്പം നമ്മൾ കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. രാവിലെ 7:30 ഇറങ്ങിയതാണ്. വഴിയിലൊരു കടയിൽ കയറി. ഇവിടെ കഞ്ഞി കിട്ടും. ഞാൻ മുന്നേ ഇവിടുന്ന് കഞ്ഞി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങി. കഞ്ഞിയും കപ്പയും മീൻ കറിയും. ഞാൻ മീൻ കൂട്ടൂല, സോ മീൻ കറിയും കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാം. ചൂട് കഞ്ഞി ഉപ്പിടണ്ട. വീട്ടിൽ കഞ്ഞി ഇട്ടാണ്ട് കഞ്ഞി വന്ന് പുറത്തുനിന്ന് കഴിക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെ പൊടിയായിപ്പോയി. പൊടിയല്ലാണ്ട് ഇട്ടണായിരുന്നു. ഇങ്ങനെ ബോളാക്കുക. തിന്നാൻ എളുപ്പം. എൻ്റെ മെത്തേഡാണ്. ബോളാക്കുക, കറിയിൽ മുക്കുക. നല്ല കറി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ തിന്നോ? അയ്യോ, നല്ല എരിവാ, തൊണ്ടയിൽ കയറി. ഫിനിഷ്. പുറത്ത് പോയി ഒരു ഫ്രൈഡ് റൈസ് നൂഡിൽസൊക്കെ തിന്നു കഴിഞ്ഞാൽ എൻ്റെ പ്ലേറ്റ് ഫിനിഷ് ആവാറില്ല. പക്ഷെ ഇതുണ്ട്, ഐ ലവ് കഞ്ഞി. ആണ് കഞ്ഞി. അപ്പോൾ 2 പൂരി, ഒരു കഞ്ഞി, ഒരു പ്ലേറ്റ് കപ്പ, മീൻകറി, മുട്ട റോസ്റ്റ്, ഇത്രയും സാധനങ്ങൾ കഴിച്ചിട്ട് 150 രൂപ. പുറത്തൊക്കെ ആണെങ്കിൽ ആലോചിച്ചൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി. അപ്പോൾ ശരി, ബൈ ബൈ. കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ഒരു മുളകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. ഇതിൻ്റെ ഉള്ളിൽ പോയി ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ എപ്പോൾ വിചാരിക്കും, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ഒരു തവണ പോയി നോക്കാം. ഓക്കെ, അപ്പം പൊട്ടിച്ചു നോക്കാം. ഏത് സൈഡിൽ നിന്ന് ഇത് പൊട്ടിക്കുക? ഇത് പിസ്താച്ചിയോ റഷ്യൻ കേക്കാണ്. ഞാൻ ഇതിൻ്റെ ഹണി കേക്ക് ഫ്രൂട്ട് ബേന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുഴപ്പമില്ല, ഇനി വാങ്ങിക്കണം എന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്യാം. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാലഡിന് 180, 150, 210 ആ റേഞ്ചിൽ വരും. പാസ്ത ഒക്കെ പോവുകയാണെങ്കിൽ 280 റേഞ്ചിൽ വരും. പക്ഷെ നമ്മൾ പിന്നെ ഡ്രൈ ആയിട്ട് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെയും കൂടും. നമുക്ക് കിഴി പൊറോട്ട പറയാം. അത് 2 ആൾക്ക് കഴിക്കേണ്ട പൊറോട്ട ഇല്ലെങ്കിൽ പാസ്തയിലേക്ക് പോകും. ലാസ്റ്റ് മെയിൻ ഡിഷിൻ്റെ കൂടെ വെക്കാൻ പറഞ്ഞ ലെമൺ ടീയാ ഫസ്റ്റ് വന്നിട്ട് നോക്കിയിട്ട്. ഇവിടുത്തെ സൂപ്പ് അടിപൊളിയാണ്, ഇതുവരെയും പാളിയിട്ടില്ല. പുളി കൂടുതലാണെന്ന് തോന്നുന്നല്ലോ. ഈശ്വര, ഇന്നത്തെ ഇവിടുത്തെ അടിപൊളിയാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് പാളിയോ? പുളി കൂടുതലോ? ആരോട് ചോദിക്കാനാ? ഉപ്പ് കൂടിയാൽ അറിയില്ല, എൻ്റെ ഒപ്പം വന്ന ആൾക്ക്. പുളി കൂടുതലാ, നോ ഡൗട്ട്. Oh my god, ഇത് ഹെവിയാണ്.
ഉണ്ടായിരുന്നു. കടലക്കറിയില്ലേ, അതുപോലെ ഉണ്ട്. ഒന്ന് നോക്കിയേ, ശരിക്കും കടലക്കറിയുടെ ടേസ്റ്റ്. ഈ ഒരു കിഴിയുടെ അകത്ത് 2 പൊറോട്ട ചിക്കൻ കറിയിൽ നല്ലോണം മുക്കി വെച്ചിട്ട് ചിക്കൻ പീസ് ഉണ്ട്, 2 മുട്ട മുറിച്ചത്, അതായത് ഒരു മുട്ടേനെ മുറിച്ച് 2 പീസാക്കിയത്. ഇത്ര ഐറ്റംസ് ഈ ഒരു കിഴീൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഐറ്റംസ് പരീക്ഷിക്കണം എന്നാണല്ലോ. പക്ഷെ പേഴ്സണലി എനിക്കിങ്ങനെ ഭയങ്കര മസാലയായിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടമല്ല. അപ്പം ഞാനിതിന് നെക്സ്റ്റ് ടൈം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുഴപ്പമുണ്ടെന്നല്ല, പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല. ഒരു ഭയങ്കര ഫുൾ ഇങ്ങനെ ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുന്ന ടൈപ്പ് സാധനങ്ങൾ. അപ്പോൾ അവർ കിഴിപ്പൊറോട്ട സെർവ് ചെയ്ത് തന്നത് 4 പോർഷനാക്കിയിട്ടാണ്. ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര മസാലയുള്ളത് കൊണ്ട് 4-ൽ 1 മാത്രമേ ഞാൻ തിന്നിട്ടുള്ളൂ. സാധനമൊക്കെ ടേസ്റ്റ് അടിപൊളി. എൻ്റെ കൂടെ വന്നവൻ 3 ഭാഗവും അവൻ അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി പിടിച്ചില്ല, അത്രയേ ഉള്ളൂ. സാധനം ടേസ്റ്റ് ഉണ്ട്. അപ്പം മൊത്തം 458 രൂപയായി. 2 സൂപ്പ്, ഒരു കിഴിപ്പൊറോട്ട. അപ്പം അത് ഭയങ്കര കൂടുതലാണ്. ഞാനൊരു ബഡ്ജറ്റ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ 350 കൂടാൻ പാടില്ല. പക്ഷെ അത് കൂടി. പ്ലസ് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ആ കിഴിപ്പൊറോട്ടയിൽ എൻ്റെ ഇഷ്ടത്തിനല്ലാത്തതുകൊണ്ട്. സോ ഞാൻ ഖേദിക്കുന്നു. ബൈ ബൈ.